സ്കൂളിൽ പോകണ്ടേ? ആ പോയാലോ? അതെ, എൽ പിന്നേ ഞങ്ങളിന്ന് യു പിയിലോട്ട് പോവാ. അതിൻ്റെ ഒരു ആവേശമായി കാണുന്നേ. അപ്പോൾ പിന്നെ ഞങ്ങളില്ലാതെ എങ്ങനെയാ പോവാ? ഞങ്ങളും ഉണ്ട് കേട്ടോ. ചേട്ടത്തിയെ കൊണ്ടൊന്ന് സ്കൂളിലാക്കേണ്ടത് അനിയത്തിയുടെ കടമയല്ലേ. അപ്പോൾ അനിയത്തിയും കയറിയിട്ടുണ്ട് കേട്ടോ. ചേച്ചി വലിയ സ്കൂളിൽ പഠിക്കുന്നത് കാണാനല്ലേ എനിക്ക് സന്തോഷമെന്ന്. അതെ, ആ മുഖത്തൊരു ചിരി കണ്ടോ. ഇനി ടാറ്റ കൊടുക്കണ്ടേ? എന്നാൽ ടാറ്റ. എല്ലാവർക്കും ടാറ്റായും തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുറ്റം വിട്ട് സ്കൂളിൻ്റെ മുറ്റത്തെത്തി. ദാ കയറി ഭാഗത്തോട്ട് കാണാൻ നല്ല രസമുണ്ടെന്ന് ദിയാമോള്. അതെ, അധികം താമസിയാതെ രസമൊക്കെ സാമ്പാറായിട്ട് കിട്ടും മോളെ. ഈ യാത്ര മകളെ ചേർക്കാനാണെങ്കിലും കയറുന്നത് നമ്മുടെ മനസ്സിലേക്ക് തന്നെ പലതും ഉണ്ട് കേട്ടോ. ദാ ബലൂണുകൾ ഇങ്ങനെ പലതരം പല കളറിൽ പലയിടത്ത് അലങ്കരിച്ച് വെച്ചേക്കും. അങ്ങനെ ഞങ്ങൾ സ്കൂൾ മുറ്റത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെ, കുഞ്ഞുബാവയും കൊണ്ടാണ് ഇറങ്ങിയേക്കുന്നേ. വെയിൽ കൊള്ളിക്കാതിരിക്കാൻ വേണ്ടി അകത്ത് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് മൊത്തം നോക്കുക. ഇതുപോലൊരു ബാല്യം നമുക്കും ഉണ്ടായിരുന്നല്ലേ. ഓർക്കുമ്പോൾ കൊതിയൂറുന്നൊരു ബാല്യം. ഇതുപോലെ വരാന്തയിൽ കൂടെ ഒക്കെ ഓടിക്കളിച്ച് ഈ 3 കുട്ടികളെപ്പോലെ ഓടിക്കളിച്ചൊരു ബാല്യം. മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകളുള്ള പടികൾ മേളിലോട്ട് കയറുമ്പോൾ ഒരുപാട് ചിന്തിച്ചൊക്കെയാണ് കയറുന്നത്. അവരെ കണ്ടോ, അവരവരുടെ ലോകത്താണ്. അവരെ ഇതൊന്നും ബാധിക്കുന്നില്ല. ആര് വന്നാലും പോയാലും ഞങ്ങൾ ഞങ്ങളുടെ ലോകത്ത് തന്നെ. സ്കൂൾ തുറന്നതിൻ്റെ ഒരു സന്തോഷം ഈ മുഖത്ത് കണ്ട. ഇതാണ് ഒരു വൈക്ലഭ്യം എന്താണെന്നല്ലേ. 30-40 കുട്ടികളുള്ള സ്കൂളിൽ നിന്ന് വന്നതിൻ്റെ ഒരു കാഴ്ചയല്ലിത്. 3000 കുട്ടികൾ, അല്ലെങ്കിൽ അവരുടെ പേരൻസ് ഉൾപ്പെടെ ഒരുപാട് പേര്, ഇനിയും ക്ലാസ് റൂമിലിരിക്കുന്ന ആളുകൾ വേറെ. അതൊക്കെ ഓർത്തപ്പോഴൊരു സങ്കടം. മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മീറ്റിംഗ് തുടങ്ങി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കുപ്പി തുറന്ന് ദിയാമോള് വെള്ളം കൂടി തുടങ്ങി. ദൈവമേ, ഞാൻ വിചാരിച്ചതൊന്നും അല്ലല്ലോ ഈ ലോകമെന്ന്. അല്ല, പുതിയതായിട്ട് പ്രിൻസിപ്പാൾ എത്തിയിട്ടുണ്ട്. പ്രിൻസിപ്പാൾ സ്കൂളിനെക്കുറിച്ചുള്ള ചിട്ടവട്ടങ്ങളാണ് പറയുന്നത് കേട്ടോ. അതെ, ഭയങ്കര സ്ട്രിക്റ്റാണ് ഈ സ്കൂളിൽ. അടി കൊടുക്കാൻ എഴുന്നേൽപ്പിച്ച് നിർത്തിയേക്കുന്നതല്ല കേട്ടോ. എന്തിനാണെന്നല്ലേ, പുതിയതായി സ്കൂളിൽ വന്ന പിള്ളേർക്കെല്ലാം പരിചയപ്പെടുത്തലാണ് കേട്ടോ. പുതിയതായിട്ട് വന്നവരാണ്. 6ാം ക്ലാസ്, 5ാം ക്ലാസ്, 7ാം ക്ലാസ്, 8, 9 അങ്ങനെ പല ക്ലാസ്സിലേക്കായിട്ട് പുതിയ കുറേ കുട്ടികൾ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ കയ്യടി നടന്നാലും ഞാൻ വാവിളിച്ചിടുന്ന് ഉറങ്ങുമെന്ന് ഞാൻ തീരുമാനിച്ചതാണെന്ന്. അതെ, അടുത്തതായിട്ട് അവിടുത്തെ തന്നെ കുട്ടികൾ പാട്ടും പ്രസംഗവും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അതിനുശേഷം തിരി തെളിക്കുകയാണ്. തിരി തെളിച്ച് എല്ലാം പരിപാടികൾ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ വെളിയിലേക്ക് ഇറങ്ങി. ഇതൊരു ക്ലാസ് റൂമാണ്. ബെഞ്ചുകളില്ലെന്നല്ലേ എല്ലാം മീറ്റിങ്ങിന് എടുത്തുകൊണ്ട് പോയതാ. ഈ ഇരിക്കുന്ന ചോക്ലേറ്റ് എല്ലാവർക്കും കൊടുക്കാൻ അവിടെ കരുതിയിരുന്നതാണ് കേട്ടോ. ഞങ്ങൾക്കും കിട്ടി. ഞങ്ങൾ മുറുക്കി പിടിച്ചിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ കുറേ നേരം ഇറങ്ങിയൊന്നും ഉലാത്താൻ ഇറങ്ങിയതാണ്. ഓരോ ക്ലാസ് റൂമുകൾ കാണുമ്പോൾ എന്തൊക്കെയോ അങ്ങ് ഓർക്കുകയാണ്. അതെന്താണെന്നല്ലേ, ഒരുപാട് ഓടിക്കളിച്ചൊരു സ്കൂള്. ഞാനിവിടെ അല്ലായിരുന്നു കേട്ടോ, കാതോലിക്കറ്റിലാണ് പഠിച്ചേ. 10ാം ക്ലാസ് വരെ മയിൽപ്രായ എസ് പിന്നീട് കാതോലിക്കറ്റിലുമായിരുന്നു. ആ സ്കൂളെന്ന് പറഞ്ഞാൽ അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒന്നാണ്. അവിടുത്തെ ടീച്ചർമാർ പോലും മറക്കാത്ത ചില ഓർമ്മകളും. ഇവിടെ എന്താണെന്നല്ലേ, അടുത്ത നാളെ തൊട്ട് ബസ്സിന് പോകണ്ടേ. അതിനുള്ള എഴുത്തുകുത്ത് പരിപാടികളാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഓടിയിറങ്ങി മൊത്തത്തിലൊന്ന് വീക്ഷിച്ചു നോക്കുകയാണ് ദിയാമോള്. എന്തിനാണെന്നല്ലേ, ആകെപ്പാടെ ഒരു ടെൻഷൻ. എല്ലാം ഓടി നടന്ന് കാണാനുള്ളൊരു താല്പര്യം. എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നതെന്നുള്ള ചിന്തകൾ. നല്ലതായിട്ട് പഠിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് നടക്കുകയാണ്. ദൈവത്തിനറിയാം. എന്തായാലും എല്ലാം നല്ലതായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂളിൻ്റെ വരാന്തയിൽ നിന്ന് പതുക്കെ അവിടുന്ന് വിട വാങ്ങി കേട്ടോ. കളികളും തമാശകളും സന്തോഷങ്ങളും നിറഞ്ഞൊരു സ്കൂൾ ജീവിതം എല്ലാവർക്കും കിട്ടട്ടെ. എല്ലാവരും സ്കൂള് വിട്ട വീട്ടിലോട്ടല്ലേ. ഞങ്ങളല്ല കേട്ടോ, ഞങ്ങൾ നേരെ വർക്ക്ഷോപ്പിലേക്കാണ് പോയത്. എന്തിനാണെന്നല്ലേ, നമ്മുടെ വണ്ടിക്ക് 2 ദിവസം കൊണ്ട് ഒരു പൊട്ടലും ചീറ്റലും. അതിൻ്റെ സത്യാവസ്ഥ എന്തോന്ന് അറിയണമെങ്കിൽ വല്ല മെക്കാനിക്കും നോക്കണ്ടേ. അതിന് മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ്. ആ പുള്ളി വന്നു അതിൻ്റെ ഒരു സീറ്റ് ബെൽറ്റ് മാറിയപ്പോഴേ സംഭവം ഓക്കെ. അതിന് ശേഷം അച്ചാച്ചൻ വന്ന് വണ്ടി പിടിച്ച് കുലുക്കി കാണിക്കുന്ന കണ്ടു.
അതെന്തിനാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ധനഹൂട്ടനത് ഭയങ്കര സന്തോഷമായി കേട്ടോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.